ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ഏപ്രിൽ മാസം 30 നമ്മൾ മാസ അവസാന ഉപവാസ പ്രാർത്ഥനയുടെ ബന്ധത്തെ കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ രാവിലെ മുതൽ പ്രാർത്ഥനയിൽ വളരെ വിശ്വസ്തയോടെ ആയിരുന്ന കർത്തദാസന്മാർ, കർത്താദാസിമാർ, പ്രിയപ്പെട്ടവർ, ദൈവവചനം ആധികാരികമായി ശക്തമായി സംസാരിച്ച കർത്തൃഭക്തന്മാർ, കർത്താവിൻ്റെ വചനം ഘോഷിക്കപ്പെടുകയും അത് അനേക ഹൃദയത്തിന് ആശ്വാസമായി തീരുകയും ചെയ്തതിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. എന്ന അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 22-ാം വാക്യം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 11-2-22 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. ചില വാക്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധിക്കും. അതിൻ്റെ റെഫറൻസോടുകൂടി വായിക്കുമ്പോൾ 11-2 22 11-ന്റെ ഇരട്ടി 22 11-1 22 ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. കർത്താവ് അവരോട് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളൊന്നും ചെയ്യണ്ട, ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. അത് പശ്ചാത്തലം അറിയാം. വഴിയരികെ നിന്ന് അത്തി രാവിലെ കർത്താവ് പറഞ്ഞ് നിന്നിൽ ഇനി ഫലമൊന്നും കായ്ക്കത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പം ഉണങ്ങി വന്നപ്പം ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ അവന് വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നി. അവൻ പെട്ടെന്ന് പറയുകയാണ്, എല്ലാവരും കൂടി പറയുകയാണ്, പത്രോസ് ഓർമ്മ വന്നു, വിരൽ ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയപ്പം പറഞ്ഞിട്ട് പോയി തിരിച്ചു വന്നപ്പം മറ്റുള്ളൊരു പക്ഷേ വിട്ടുപോയെങ്കിലും ഞാൻ വിചാരിക്കുന്ന പത്രോസ് നോക്കിയാണ് നിന്നത്. യേശു പോയിട്ടുള്ള ആ കാര്യം അവൻ ശ്രദ്ധിച്ചു. തിരിച്ചു വന്നപ്പോൾ അങ്ങോട്ട് പോയ കണ്ട ഒരു അത്തിയല്ല, തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഉണങ്ങി നിൽക്കുന്ന അത്തിയാണ്. ഈ ഉണങ്ങി നിൽക്കുന്ന അത്തി എന്താണെന്നുള്ളത് നമ്മളതേക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഉണങ്ങിപ്പോയ അത്തി എന്താണെന്നുള്ളത് ഇനി നിന്നിൽ നിന്നൊരു ഫലം ഉണ്ടാകരുതെന്ന് പറയാൻ കാരണം, ഈ അത്തി വഴിയരിൽ നിൽക്കുന്ന അത്തിയാണ്. കാരണം കപടഭക്തിയോടുള്ള ബന്ധത്തിൽ അതിനെ കാണിച്ചു. ഇസ്രായേൽ കപടഭക്തി, അവര് പിന്നെയും വരും, അപ്പം ഒരു രക്ഷകൻ വരും, മശിഹ വരും എന്നൊക്കെ കാത്തിരിക്കുമ്പോൾ ഇവിടെ യഥാർത്ഥമായ രക്ഷകൻ വന്ന നല്ല ഫലം, യഥാർത്ഥമായ അത്തി ഇസ്രായേലിന്റെ പല യഹൂദിയുടെ ഫലമായിരിക്കുന്ന ദാവീദിന്റെ ഗോത്രത്തിന്റെ വേരായവൻ വന്നിട്ട് അവൻ ചെയ്ത കാര്യങ്ങളെ കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല. കർത്താവ് പറഞ്ഞു, നീ കാത്തിരിക്കൊന്നും വേണ്ട, ഇതിനേക്കാൾ വലിയൊരു ഫലം വരാനില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, യഹൂദ നീ കാത്തിരിക്കണ്ട, നീ പ്രതീക്ഷിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഫലം ഞാൻ തന്നെ അത് വന്നു, നിനക്കത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് നീ കപടഭക്തിയായിട്ടൊന്ന് നീ ഉണങ്ങിപ്പിക്കൂ, നിനക്ക് പകരമായിട്ടുള്ള അത്തിയെ ഞാൻ വെച്ചോളാം. അതിനെയാണ് മുന്തിരിത്തോട്ടത്തിനകത്ത് വെച്ചിരിക്കുന്ന അത്തിയായിട്ട് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉണങ്ങിപ്പോയി, കപടഭക്തിയൊക്കെ ഉണങ്ങിപ്പോയി. കർത്താവ് പറഞ്ഞത് എത്രയാണ്, നീ ഇനിയും ഫലമൊന്നും ഉണ്ടാകത്തില്ല, പ്രതീക്ഷിച്ചെന്നതാ കിട്ടിയില്ല. കാരണം യേശു കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ യഹൂദന്മാരുടെ ഏറ്റവും വലിയ ഫലമായി അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് വാഗ്ദത്തസന്ധി അയക്കുന്ന ക്രിസ്തുവാണ് യഥാർത്ഥമായ ഫലം. അതിനെ തിരിച്ചറിയാവുന്നപ്പോൾ പറഞ്ഞു, ഇനി നീ പ്രതീക്ഷ വെക്കണ്ട. യഹൂദനോട് പറഞ്ഞു, നീ ഇനി പ്രതീക്ഷിക്കണ്ട, ഇനി നിന്നിൽ നിന്ന് ഒരു ഫലം പുറപ്പെടാനില്ല, വരാനിരുന്ന വാഗ്ദത്തത്തിന്റെ ഫലമായിരുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് അതിനെ ശവിപ്പാട്ടടിയാത്തുന്നത്. ഇത് ഇവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ പത്രോസ് നോക്കിയപ്പോൾ അതിശയിച്ചു പോയി, ദൈവമേ, അങ്ങോട്ട് പറഞ്ഞു പോയപ്പോൾ ഈ അത്തി ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് എങ്ങനെയാണ്? ആദ്യമൊക്കെ ഇലയൊക്കെ വാടി, നമുക്കറിയാം ഒരു മരം നമ്മുടെ പറമ്പിലൊക്കെ വാടാൻ തുടങ്ങുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഉണങ്ങിപ്പോകത്തില്ല. അതിൻ്റെ ഓരോ ഇലകളും ഓരോന്നും കൂമ്പൊക്കെ വാടി വന്ന് അല്പാൽപമായി ചില ദിവസങ്ങളെടുത്തിട്ടാണത് വാടിപ്പോകുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു, പറഞ്ഞു, നീ അതേക്കുറിച്ച് അതിശയമൊന്നും ചെയ്യണ്ട, നീ ഒറ്റ കഴിഞ്ഞ് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു. എന്താണ് വിശ്വാസം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യമായി വിശ്വാസം എന്ന വാക്ക് ദൈവത്തിൽ ഉച്ചരിക്കപ്പെട്ടത് എവിടെയാണെന്ന് അറിയാമോ? വിശ്വാസത്തെക്കുറിച്ചുള്ള വാക്ക് ആദ്യമായി ഉച്ചരിക്കപ്പെട്ടത് എവിടെയാണ്? നമുക്കറിയാം. ഹാബേൽ വിശ്വാസികളുടെ പട്ടിക എടുത്ത് പഠിക്കുമ്പോൾ ഹാബേലിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വിശ്വാസം എന്ന് പറഞ്ഞു തുടങ്ങുന്നത് അബ്രഹാമുള്ള ജീവിതത്തിൽ ബന്ധത്താണ്. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലാണ് വിശ്വാസത്തെക്കുറിച്ചുള്ള
പ്രാരംഭ പരാമർശം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15 അധ്യായം 6 വാക്യത്തിലെ ഒരു ദൈവവും ഒരു ഭക്തനായിരിക്കുന്ന സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമും തമ്മിലുള്ള സംസാരത്തിലാണ് ദൈവം വിശ്വാസമായി ഒരുവനെ നീതീകരിക്കുന്നത്, അവനെ വിശ്വാസമായി കാണുവാനിടയാത്തത്. നമുക്കറിയാം, അബ്രഹാം വിളിച്ചിറങ്ങി തിരിച്ച് അവൻ വന്നവനാണ്. പക്ഷേ പ്രതിസന്ധി പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ആകെ ഒരു പ്രശ്നമായി. അപ്പം അതുകൊണ്ട് അവൻ ഇവിടെ വളരെയധികം പ്രതിസന്ധിയായി. കാരണം 5 രാജാക്കന്മാരോടൊക്കെ യുദ്ധം ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം തനിക്ക് പേടിയായി. നമുക്കറിയാമല്ലോ, വലിയ ഉന്നതന്മാരോടൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. നാളെ ഇനി അവരെന്തൊക്കെയാണ് കുത്തിപ്പൊക്കാൻ പോകുന്ന വിഷയം. ഈ രാജാക്കന്മാരോടൊക്കെ യുദ്ധം ചെയ്ത് മടങ്ങി വന്ന് വീട്ടിൽ വന്ന് കിടന്നപ്പോൾ കൂടാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകപ്പാട് ഭയമായി, ഭയത്തോടെ കിടക്കുക. 14 അധ്യായം വായിച്ചാൽ മതി. ആദ്യത്തെ യുദ്ധമാണ്. മനുഷ്യവംശത്തോട് ബന്ധപ്പെട്ടുള്ള ഐക്യമായിരിക്കുന്ന ഒരുപക്ഷെ ഇതായിരിക്കാം അന്നത്തെ ഒന്നാമത്തെ ലോകമഹായുദ്ധം. അന്ന് 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർ കൂടി അന്നത്തെ യുദ്ധം നടന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഈ ആധുനിക സമയത്തെ ലോകമഹായുദ്ധത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞെങ്കിൽ ലോക യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ തമ്മിൽ യുദ്ധമൊക്കെ ചെയ്തപ്പോൾ ഇതിനകത്ത് ജയിച്ചു വന്നത് അബ്രഹാമും കൂടെ പോയവരുമാണ്. അവരുടെ വലിയ പട്ടാള സൈന്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവൻ പോയി, ദൈവത്തിന് കൃപയുണ്ടോ, നിന്റെ കൂടെ സൈന്യമൊന്നും വേണ്ട, ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ആരെയും ജയിക്കാൻ കഴിയും. പക്ഷെ മടങ്ങി വന്ന് വീട്ടിൽ കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് വളരെയധികം പേടിയുണ്ടായി. അപ്പോൾ ദൈവം ഇറങ്ങി വന്ന 15 അധ്യായം അബ്രഹാമെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതികൂലമാണെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാന്ന് പറഞ്ഞു. പരിചയം എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നതാണ്. എവിടെ സംരക്ഷണം ഉണ്ടാകും? രാജാക്കന്മാരെല്ലാം പണം കേട്ടോണ്ട് ഇനി പ്രശ്നമാകൂ അല്ലേ? വിശ്വാസം വന്നതിന്റെ പേരിൽ ഞാനത് യുദ്ധം ചെയ്ത. പക്ഷേ നമുക്ക് ചിലപ്പോൾ വിചാരിക്കും, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ പോരാട്ടം ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. ചിലപ്പോൾ വിചാരിക്കും, മറ്റുള്ള എല്ലാവരുടെയും പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനോടുള്ള പോരാട്ടം നമ്മളെ അടിക്കത്തില്ലേ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചിന്ത വരും അല്ലേ? ഒരുപാട് പേരുടെ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. അത് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുമുണ്ട്. പലരുടെയും വിഷയങ്ങൾ ഏറ്റെടുത്ത് വളരെ ശക്തമായി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിൻ്റെ തിരിച്ചറികളേറ്റുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനായ ദൈവത്തിൻ്റെ സ്തോത്രത്തിൻ്റെ കഥ പറഞ്ഞു, നിന്റെ പരിചയ ഞാൻ നിന്നെ മറച്ചോളാം, നീ എന്തൊക്കെ വേണ്ടി യുദ്ധം ചെയ്ത് ഞാൻ നിന്നെ മറച്ചോളാം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരും സംശയമൊക്കെ വരും. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരുടെ വിടുതൽ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്നതിനെതിരെ പോരാട്ടാൻ വേണ്ടി ശത്രു എഴുന്നേൽക്കും. പക്ഷേ അവിടെ ദൈവം പറഞ്ഞു, നീ ഭയപ്പെട്ടു പോകണ്ട, നീ നിന്റെ ശുശ്രൂഷ ചെയ്താൽ മതി, അത് ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളാം. ഇന്ന് പകൽ സമയം ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വിഷമുള്ള ആരെങ്കിലും, ഭയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ശാസിക്കുന്നതിൽ അവരുടെ വിഷയത്തിന് വേണ്ടി ഇടിവ് നിൽക്കാൻ ആർക്കെങ്കിലും ഭാരമുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട കേട്ടോ. ദൈവം നിന്ന് തന്നിക്കുന്നത് ശുശ്രൂഷയാണ്. അത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഭാരം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ വരാമല്ലോ, പോരാട്ടമൊക്കെ ഉണ്ടാവില്ല, അവരെ ബാധിക്കുന്ന പോരാട്ടം എൻ്റെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ ചിന്ത വരാം. പക്ഷേ ഇന്ന് പകൽ ദൈവം പറയും, അബ്രഹാം ഇങ്ങനെ വന്ന് കിടന്നപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം നീ ഭാരപ്പെടുമൊന്നും വേണ്ട, ഞാൻ നിന്റെ പരിചയം. എന്നിട്ട് പറഞ്ഞു, നിന്റെ മഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. നീ എൻ്റെ പിന്നാലെ വന്നത് കൊണ്ട് നിനക്ക് മഹത്തായ പ്രതിഫലവുമുണ്ടെന്ന് പറഞ്ഞു. പ്രതിഫലമുണ്ടെന്നല്ല പറഞ്ഞ്, ഗ്ലോറിയസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മഹത്തായ പ്രതിഫലമുണ്ടാകും. സാധാരണ ഒരു പ്രതിഫലം നമുക്കറിയാം. നമുക്ക് ഗവൺമെന്റിനെ സേവിച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടും, പെൻഷൻ കിട്ടും, ജോലി ചെയ്താൽ പ്രതിഫലം കിട്ടും, അതെല്ലാം കിട്ടും. പക്ഷേ ദൈവത്തെ സേവിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടന്നാൽ നമുക്ക് ലഭിക്കുന്നത് പ്രതിഫലമല്ല, മഹത്തായ പ്രതിഫലമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചവർക്ക് ലഭിക്കുന്നത് പ്രതിഫലം അല്ല. ഇവിടെ കഥ പറഞ്ഞു, നിനക്ക് മഹത്ത. എങ്ങനെയാണെങ്കിൽ നമ്മള് ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസേവക അതിമഹത്തായ വാക്തത്വം എന്ന് പറയുന്നത് അതിമഹത്തായത്. പഴയ നിയമത്തിൽ ദൈവം മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് അതിമഹത്തായ വാക്തത്വത്തെക്കുറിച്ച്. അതിമഹത്തായത് നമുക്ക് വെളിപ്പെടുത്തുന്നു. അബ്രഹാമിന് മഹത്വമായതിനെ വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന മഹത്വമല്ല, അതിമഹത്തായ പ്രതിഫലമായി. ഇവിടെ അബ്രഹാമിനോട് ചോദിച്ച പോലെ നമ്മൾ ഭാരപ്പെട്ട് ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയായിരിക്കും. ദൈവം പറയും, ഞാൻ നിന്റെ പരിചയ,
ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്ന കഥ പറയുള്ളൂ. കാരണം പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന, അബ്രഹാമിന് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായ അതിമഹത്തായ പ്രതിഫലത്തിന്റെ വിളിക്കുള്ളവരാ ഞാനും നിങ്ങളും എന്ന് ഈ പകൽ സമയ സന്ദേശം കേൾക്കുമ്പോൾ അതുകൊണ്ട് അവനെ അതിമഹത്തായ വിശ്വാസമാണെങ്കിൽ അതിമഹത്തായ പ്രതിഫലം ലഭിക്കണം എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ചെറിയ കാര്യങ്ങൾക്ക് അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു വിളി നമ്മുടെ മേലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അബ്രഹാമോട് പറഞ്ഞത്, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നെന്ന് അബ്രഹാമോട് പറഞ്ഞു. നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നെന്ന് അന്ന് അവനോട് പറഞ്ഞപ്പോൾ അന്ന് ഉള്ളവരിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തനായിട്ടുള്ള ഒരുവനായി അവനെ കണ്ടുകൊണ്ട് പറഞ്ഞു, നിന്റെ അതിമഹത്തായ. അപ്പൊ അത് പറയാൻ കാരണം, ഈ നിന്റെ അതിമഹത്തായ പ്രതിഫലവും എന്ന് പറയാൻ അബ്രഹാമോട് പറയാൻ കാരണമുണ്ട്. പഴയ നിയമത്തിൽ അത്ര അവർക്ക് അബ്രഹാമിന് അതിമഹത്തായ പ്രതിഫലം ലഭിച്ചിട്ടില്ല. അബ്രഹാമോട് പറയാൻ കാരണം, നിനക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം നിന്നിൽ നിന്ന് അതിമഹത്തായ പ്രതിഫലം കൊടുക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജനനം ഉണ്ടാകും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ അതിമഹത്തായ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇവന് പറഞ്ഞു, നിനക്ക് സാധാരണ രീതിയിൽ പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ മഹത്തായ പ്രതിഫലമേ ഉള്ളൂ. പുതിയ നിയമത്തിലാണ് അതിമഹത്തായ പ്രതിഫലം ദൈവം വെളിപ്പെടുത്തിയത്. എന്നാൽ അബ്രഹാമിനോട് എന്ന് പറഞ്ഞു, നീ ഒരു സാധാരണക്കാരനല്ല, നിന്നിൽ നിന്ന് അതിമഹത്തായ ഒരു പ്രതിഫലം ഉണ്ടാകും. അതാരാണെന്നുള്ളത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ അതിമഹത്തായ പ്രതിഫലമാണ് പുതിയ നിയമത്തിൽ നമുക്ക് പിതാവാം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ അതിമഹത്തായ പ്രതിഫലം എന്താണ്? പഴയ നിയമത്തിൽ മഹത്വത്തെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ അതിമഹത്തായ പ്രതിഫലമെന്ന്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്ന അബ്രഹാമോട് പറഞ്ഞപ്പോൾ ആ അതിമഹത്തായ പ്രതിഫലം ക്രിസ്തുവാകുന്നു. ആ ക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന അതിമഹത്തായ പ്രതിഫലത്തിന് യോഗ്യരാകുന്നത് അവനോട് ചേരുന്ന മണവാട്ടി സഭയാണ്, ദൈവസഭയാണ്. അതിനെയാണ് കർത്താവ് ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നത് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് സംശയമുണ്ടായി. അവൻ ചോദിക്കുകയാണ്, അതിന് അബ്രഹാം കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുള്ളൂ. എൻ്റെ അവകാശി രമേശുകാരനായി ഏലിയാസപ്പ് അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നീ എനിക്ക് സന്ദേഹം തന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഈ പ്രതിഫലം എന്ന് കണ്ടപ്പോൾ അവന് മനസ്സിലായി തലമുറയാന്ന് മനസ്സിലായി. ഇപ്പൊ ഞാൻ പറഞ്ഞത്, അബ്രഹാമിൽ നിന്ന് ജനിക്കാൻ പോകുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല. പിതാവാം ദൈവത്തിന്റെ സ്വന്തം പുത്രനായിരിക്കുന്ന ക്രിസ്തുയേശു, അഥവാ ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയോട് പറഞ്ഞ സ്ത്രീയുടെ സന്തതിയെ കൊണ്ടുവരേണ്ട ഗ്രഹം, ഗോത്രം, അത് പിതാവായി തീരേണ്ടത് അബ്രഹാമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ പേര് പുതിയ നിയമത്തിൽ ആരംഭമിട്ടത്. അബ്രഹാമിന്റെ പേരിലാണ് തുടങ്ങിയത്. പുതിയ നിയമം തുടങ്ങുമ്പോൾ അബ്രഹാമിനെ കുറിച്ചാണ് തുടങ്ങിയത്. കാരണം അതിമഹത്തായ പ്രതിഫലമായിരിക്കുന്ന ക്രിസ്തുവിനെ, അവനെ വാഗ്ദത്തത്തിന്റെ സന്തതിയായി ലോകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം കണ്ടിരുന്ന വംശാവലിയുടെ കണ്ണിയിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു അബ്രഹാം. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ പേര് വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ താളുകൾ കുറിക്കപ്പെട്ടപ്പോൾ അവന്റെ പേര് ആദ്യം രേഖപ്പെടുത്തിയത്. ദാവീദിനെ കുറിച്ച് പറഞ്ഞില്ല, മറ്റാരെക്കുറിച്ചും പറഞ്ഞില്ല, ആരെക്കുറിച്ചും പറയാതെ അബ്രഹാമിന്റെ പേര് ആദ്യമായി ഉച്ചരിക്കാൻ കാരണം അബ്രഹാമിനോടാണ് ഈ വാഗ്ദത്തം അഥവാ സുവിശേഷം ആദ്യമായി ദൈവം ഉദ്ഘോഷിച്ചത്. അതുകൊണ്ട് ദൈവം സുവിശേഷിച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വംശാവലി. ഇതാണ് യഥാർത്ഥമായ പ്രതിഫലം, അതിമഹത്തായ പ്രതിഫലം. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ മഹത്തായ പ്രതിഫലമാണ്, പുതിയ നിയമത്തിൽ അതിമഹത്തായ പ്രതിഫലം എന്ന് പറയുമ്പോൾ വംശാവലി, യേശുവിന്റെ വംശാവലി എഴുതി വരുമ്പോൾ അതിൽ അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് എഴുതപ്പെടും എന്നാണ് അവിടെ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. യഹോവയായ ദൈവം വെളിപ്പെട്ട് പറഞ്ഞു, നീ ഇപ്പോൾ സന്തതി ഇല്ലാത്തവനാ, പ്രതിഫലമൊന്നും ഇല്ലാത്തവനാ, മക്കളൊന്നും ഇല്ലാത്തവനാ. പക്ഷേ ഞാൻ നിന്നിൽ കണ്ടിരിക്കുന്നത് അതിമഹത്തായ പ്രതിഫലത്തിന് ഉടമയായി തീരാൻ വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകണ്ട, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു കൊള്ളാം,
ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ഇന്ന് ഈ പകൽ സമയം ദൈവത്തിന്റെ വചനം കേട്ട്, ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ മക്കളോട് ദൈവാത്മ പറയുന്നത്, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം, നിന്റെ തലമുറയെ സംരക്ഷിച്ചു, നിന്റെ കുടുംബത്തെ സംരക്ഷിച്ചു കൊള്ളാം, ഞാൻ നിന്റെ പരിചയാണ്, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, അതിമഹത്തായ വാഗ്ദത്തത്തെ നിന്നിലൂടെ, നിന്റെ വംശാവലിയിലൂടെ ഞാൻ വെളിയിൽ കൊണ്ടുവരുമെന്നാണ് കർത്താവിനോട് പറഞ്ഞത്. പക്ഷെ അത്രയും കാഴ്ചപ്പാട് അന്നേരം അബ്രഹാമിന് ദീർഘദർശി കിട്ടിയില്ല. പിന്നെയും അദ്ദേഹം പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു എലിയാസിലാണെന്നൊക്കെ പറഞ്ഞ് അബ്രഹാം പറഞ്ഞു വന്നപ്പോൾ ആറാമത്തെ വാക്യത്തിൽ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പിന്നെ അവനോട് പുറത്ത് കൊണ്ടുവന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു. ദൈവം അവനെ വെളിയിറക്കി കൊണ്ടുപോയി. സന്ധ്യാസമയത്തൊക്കെയാണല്ലോ എല്ലാവർക്കും ഭാരവും വേദനയും രോഗമൊക്കെ വരുന്നത്, അല്ലേ? ശരിയല്ലേ? പകലൊന്നും ഒരു കുഴപ്പമില്ല. രാത്രി ആയി കഴിയുമ്പോഴത്തേന് ഇല്ലാത്ത രോഗമെല്ലാം അങ്ങ് വരും. ഇല്ലാത്ത വേദന വരും, ഇല്ലാത്ത പ്രശ്നം വരും, ഇല്ലാത്ത നിരാശ വരും. പിന്നെ രാത്രി കഴിച്ചു കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ സമയം ദൈവാത്മാവ് നിന്റെ ഭാരത്തെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കാണുന്നുണ്ട്. പകൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. രാത്രി ആകുമ്പോഴത്തേന് ഭയങ്കര ഭാരമാണ്, പ്രയാസമാണ്. ദൈവത്തിന് മനസ്സിലായി ഇവന് ഉറക്കം വരത്തില്ല, ഇവന് ഉറങ്ങത്തില്ല. തന്റെ ഭക്തൻ ഉറങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിനോട് ഇരിപ്പുറക്കത്തില്ല. യഥാർത്ഥ ദൈവമകനാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ്, ദൈവത്തിന് വിളികെട്ടി ഇറങ്ങിയതാണെങ്കിൽ നമ്മുടെ ചെറിയൊരു വിഷയം പോലും സ്വർഗത്തെ അത് ചലിപ്പിക്കുന്നതാണ്. അബ്രഹാം കൂടാരത്തിൽ ഉറങ്ങുന്നില്ല, ചിന്തകളാൽ ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇവൻ പ്രാർത്ഥിച്ചിട്ടല്ല വന്നത്. അവന്റെ വേദന കണ്ടപ്പോൾ, അവന്റെ അരിശതാവസ്ഥ കണ്ടപ്പോൾ, സുരക്ഷിതമല്ലെന്ന് തോന്നിയപ്പോൾ, ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ, കണക്കൂട്ടി നോക്കിയപ്പോൾ ഒന്നുമില്ലല്ലോ എന്നുള്ള ഭാരത്തോടെ ഉറങ്ങാൻ കഴിയാത്ത ഒരു രാത്രിയിലേക്ക് അബ്രഹാം പോയപ്പോൾ ദൈവം തന്റെ അവന് കൊടുത്തു. അപ്പോൾ ഇറങ്ങി വന്ന് കർത്താവ് ദൈവം അവനോട് പറയുകയാണ്, നിന്റെ അവസ്ഥ എനിക്കറിയാം മകനെ. നീ ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുക, നീ വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുക. ഏപ്രിൽ മാസം പോകുമ്പോഴും ചില രാത്രികൾ ഉറങ്ങാൻ കഴിയാതെ ചിന്തിച്ച ചില വിഷയങ്ങളില്ലേ, ഭാരപ്പെട്ട വിഷയങ്ങളില്ലേ, അതിന്മേൽ ഇന്ന് പകൽ സമയം അവസാന ദിവസം ദൈവാത്മാവ് ഇറങ്ങി വരിക. നിന്റെ രാത്രിയിലെ വേദനയും ഭാരവും നിന്റെ ഞെരുക്കവും ഉറക്കമില്ലായ്മയും, അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉരുളുന്ന അല്ലെങ്കിൽ ഭാരപ്പെടുന്ന വിഷയങ്ങളിന്മേൽ ഇന്ന് പകൽ സമയം ദൈവാത്മാവ് ശക്തമായി ഇടപെടുക. ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുക. അബ്രഹാമിനെ ബലപ്പെടുത്തുവാൻ ഇറങ്ങി വന്ന ദൈവം ഇന്ന് പകൽ സമയം ഇറങ്ങി വന്ന് ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ, അതെ, നമ്മളെ ദൈവാത്മാവ് ശക്തീകരിച്ച് ബലപ്പെടുത്തി പറയുക, ഞാൻ നിന്റെ പരിചയ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഉറപ്പിനായി എന്നെ വെളിയിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞൊരു രാത്രിയില വെളിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, എന്നെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിക്കുന്നത് അബ്രഹാമിന് തുടങ്ങി കാണും. 1, 2, 3, 4 കുറഞ്ഞ ഇവന് മനസ്സിലായി എണ്ണാൻ കഴിയത്തില്ല. അതിനെ വാരി വേറിയവൻ, അതിനെ പേര് വിളിക്കാൻ കഴിവുള്ളവൻ, അത് മുഴുവനും അന്ന് പ്രശാന്ത സുന്ദരമായിരിക്കുന്ന ആ രാത്രിയിൽ ആ അബ്രഹാമിനോട് എണ്ണാൻ പറഞ്ഞ ദിവസം കാർമേഘമുള്ള ഒരു രാത്രിയായിരുന്നില്ല, 1, 2 നക്ഷത്രങ്ങളുള്ള രാത്രിയായിരുന്നില്ല. അന്ന് ഞാൻ വിചാരിക്കുന്നത് അത് പൗർണമി ദിവസമാണ്. എല്ലാം വളരെ ക്ലിയറായി കാണുവാൻ കഴിയുന്ന ഒരു ആകാശത്തെ കാണിച്ചുകൊണ്ട്, നക്ഷത്രങ്ങളെ വാരി വിതറിയിട്ടിരിക്കുന്ന ഒരു ആകാശത്തെ അവന്റെ തലയ്ക്ക് മീതെ കാണിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, നിനക്ക് എണ്ണാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവന് മനസ്സിലായി എണ്ണാൻ കഴിയത്തില്ലെന്ന് ഒരു കഥ പറഞ്ഞു. ഇതുപോലെ നിന്റെ സന്തതിയാകുമെന്ന് പറഞ്ഞു. ശോഭിക്കപ്പെടുവാനുള്ള തേജസ്സുള്ള ഒരു തലമുറയെ, സ്വർഗീയ തേജസ്സിന്റെ, നക്ഷത്ര തേജസ്സിനെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി അതിമഹത്തായ ക്രിസ്തുവിലൂടെയുള്ള ആ സൂര്യ തേജസ്സും ചന്ദ്ര തേജസ്സും ദൈവം കണ്ടിട്ട് അബ്രഹാമോട് പറഞ്ഞപ്പോൾ നക്ഷത്രങ്ങളുടെ ബന്ധത്തിലാണ് പറഞ്ഞത്. എന്നാൽ ക്രിസ്തു മുഖാന്തരമാണ് ആദിമകത്തായ തേജസ്സിന് നമ്മളെ യോഗ്യരാക്കി തീർത്ത്. ഞാൻ നിന്റെ മർമ്മം പറഞ്ഞു പോകുക. അബ്രഹാം കണ്ടത് നമ്മളോട് പറഞ്ഞ കണ്ണാമി നിന്റെ സന്ത ഇതുപോലെ ആയിരിക്കും. എന്നാൽ നിന്നിൽ നിന്ന് പുറപ്പെടുന്നവനുണ്ടല്ലോ, അവൻ അതിമകത്തായ പ്രതിഫലം നൽകുന്നവനാ, പ്രതിഫലമാണ്. അവൻ മുഖാന്തരമായി സൂര്യ തേജസ്സോടും ചന്ദ്ര തേജസ്സോടും ബന്ധത്തിലുള്ള
തേജസ്സിന്റെ മക്കൾ ഉണ്ടാകും എന്നുള്ളതും ദൈവം അത് അതിമകത്തായ പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ കാണിച്ചിട്ട് ഇവനെ ഈ നക്ഷത്രങ്ങൾ എണ്ണാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു എണ്ണാൻ കഴിയത്തില്ലാതെ അബ്രഹാം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ദൈവനോട് പറഞ്ഞു ഈ വണ്ണം നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞു അവനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതി ഈ ഇപ്പോൾ ജനിച്ചു വീഴുന്ന മറ്റുള്ളവരെ പോലെ അല്ല. ലോകത്ത് ഒരുപാട് പേർക്ക് മക്കളുണ്ട്, പക്ഷേ നിനക്കല്പം താമസിച്ചൊക്കെ ഞാൻ തലമുറയെ തരത്തുള്ളൂ. പക്ഷേ ശോഭിക്കാനുള്ള ശോഭയുള്ള തലമുറകളെ നൽകാമെന്ന് ദൈവം വാഗ്ദത്തം തന്നതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് ഇരുളിന്റെ സന്തതികളെ അല്ല, ഇരുളണഞ്ഞതിനെ അല്ല, വിലയേറിയതിനെ തന്നെയാ ദൈവം തന്നിരിക്കുന്നത്. ശോഭയുള്ള തലമുറകളെ തന്നിരിക്കുന്നത്. ഒരുപക്ഷെ അവർ ഭൗമികമായിരിക്കുന്ന ജീവിതത്തിന്റെ മേഖലകളിൽ വലിയ വലിയ അറിവോ നിറവോ പഠിത്തമോ പാണ്ഡിത്യമോ ഒന്നും ഇല്ലാത്തവരായിരിക്കാം എന്ന് പകൽ സമയം ദൈവാത്മാവ് പറയുക. ഒരുപക്ഷെ അംഗവൈകല്യമോ പ്രത്യേക പ്രയാസങ്ങളോ ബുദ്ധികളോ ഒക്കെ കാണുമെങ്കിലും ചേർത്ത് പിടിച്ചുകൊള്ളുക. ദൈവം തന്നിരിക്കുന്ന ശോഭയുള്ള തലമുറയെ ദൈവം തന്നിരിക്കുന്നത്. ഇന്ന് പകൽ സമയം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമുക്ക് തന്നതും നമുക്ക് വരാനുള്ളതും എല്ലാം ശോഭയുള്ളതാണ്. നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുക പറഞ്ഞു. നിന്റെ തലമുറയിലൂടെ ശോഭയുള്ള തലമുറയുണ്ടാകും. ഏത് ലോകത്തിന്റെ ഏത് കാലഘട്ടത്തിലൂടെ പോകുമ്പോഴും വെളിച്ചമുള്ള ഒരു തലമുറ ശേഷിച്ചിരിക്കും. ലോകം എത്ര ഇരുളിലൂടെ കടന്നുപോയാലും അബ്രഹാമേ, നിന്നിലൂടെ ജനിക്കുന്ന തലമുറയുണ്ടല്ലോ, അവർ ശോഭയുള്ളവരായിരിക്കും, വെളിച്ചമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമുക്കും പറയാം, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന തലമുറകളിൽ തരാൻ പോകുന്ന തലമുറകൾ, നമ്മളോട് ചേർക്കാൻ പോകുന്ന ബന്ധങ്ങളെല്ലാം അത് ശോഭയുള്ളതായിരിക്കും. അബ്രഹാമിന് ദൈവം നൽകിയിരിക്കുന്നത് ശോഭയുള്ളതാണെങ്കിൽ നമുക്ക് നൽകുന്നത് ദൈവം അത് ശോഭയുള്ളതായിരിക്കും എന്നാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവനോട് കൽപ്പിച്ചു. ഇവനതങ്ങ് വിശ്വസിച്ചു. ഇത് ദൈവത്തിന് ശബ്ദം കേട്ട് ഞാൻ വിശ്വസിച്ചു. അവിടെ അതാണ് 6-ാം വാക്യം പറയുന്നത്. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിൽ വിശ്വസിച്ചാൽ നീതീകരണം സംഭവിക്കും. അപ്പോൾ വിശ്വാസവും നീതീകരണവും തമ്മിൽ ബന്ധമുണ്ട്. വിശ്വസിച്ച് മറ്റെന്ത് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള നീതീകരണമാണ്. ദൈവം അവനെ വിശ്വാസം പോലുള്ള നീതീകരണം, സുവിശേഷം ഇതാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നാം വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചതാണ്. അതിന്റെ പിതാവായി തീർന്നത് അബ്രഹാമാണ്. ദൈവത്തിൽ അവൻ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചു നടക്കുമെന്ന് ദൈവം കണ്ടിട്ട് പറഞ്ഞു. അവന് നീതിയായി കണക്കിട്ടവന്റെ കുറവെല്ലാം ദൈവം ക്ഷമിച്ചു, പരിഹരിച്ചു. അവൻ എന്തെല്ലാം ബലഹീനതകളുണ്ടായിരുന്നു അതെല്ലാം ദൈവം അങ്ങ് അവനോട് പരിഹരിച്ച് അവനെ അങ്ങ് നീതീകരിച്ചു, നീതിമാനാക്കി. ആ തലമുറയിലെ നീതിമാനാക്കി ദൈവം. നീതിമാനായ അബ്രഹാമിനെ അവനെ നീതീകരിച്ചു എന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചു. എന്ത് ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയണം, കഥ പറഞ്ഞത് എനിക്ക് ഇന്ന് തരുമെന്നല്ല ചോദിച്ചത്, തലമുറയൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അബ്രഹാമേ അതൊക്കെ നിനക്ക് നൽകാം, പക്ഷേ നീതീകരണമാണ്. ദൈവം നീതീകരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിഫലം, അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് സ്വർഗം നമ്മെ നീതീകരിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാൻ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ദൈവമക്കൾക്കായി ഇന്ന് പകൽ സമയം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അതിമഹത്തായ പ്രതിഫലം എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, കഴിഞ്ഞ 20 വർഷം കൊണ്ട്, കഴിഞ്ഞ 30 വർഷം കൊണ്ട്, കഴിഞ്ഞ 40 വർഷം കൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസം വന്ന ശേഷം നീ എന്ത് പ്രാപിച്ചെന്ന് ചോദിച്ചാൽ ഹൃദയത്തിന് പറയാം, ഞാൻ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് നീതിമാന്മാരുടെ വിശുദ്ധന്മാരുടെ ആ തേജസ്സുള്ള സൂര്യ തേജസ് പ്രാപിപ്പാനുള്ള അവരുടെ ഗണത്തിൽ പെടുവാൻ ദൈവം എനിക്ക് കൃപ തന്നതാണ് എന്റെ അതിമഹത്തായ പ്രതിഫലം എന്നുള്ളത്. അവനെ നീതീകരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ നീതീകരിച്ചു, നീ വിശ്വസിച്ചുകൊണ്ട് നീതീകരിച്ചു. വിശ്വാസം പോലുള്ള നീതീകരണം, അതാണ് സുവിശേഷം. ദൈവം നമ്മളെ നീതീകരിച്ച ദൈവസ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ദൈവന് തലമുറയെ കൊടുക്കുവാനിടയാത്തുന്നത്. വിശ്വാസം എന്നുള്ളത് നീതീകരണമാണ്. വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവം നീതീകരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം നീതീകരണം അയക്കും. ദൈവം നീതീകരണം അയക്കുമ്പോഴാണ് അവിടെ നമുക്ക് അത് വെളിച്ചമായി മാറുവാട്ട് ഇടയാത്തിരുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ദൈവത്തെ പഠിക്കുമ്പോൾ നമുക്ക് വിശ്വാസവും അവിശ്വാസത്തെ കുറിച്ച് മാത്രമേ നമ്മൾ, വിശ്വാസിയുടെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ അന്നേരം എല്ലാവരും ഇവിടെ അവിശ്വാസം എന്ന് പറയും അല്ലേ? വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അവിശ്വാസം.
എന്നാൽ ഇതിന് രണ്ടിനും ഇടയിൽ കിടക്കുന്നവരാണ് നമ്മൾ. ആരാ? നമ്മളാരാ? രണ്ടിനും ഇടയിൽ കിടക്കുന്നവരാ. വിശ്വാസിയല്ല, അവിശ്വാസിയല്ല. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തില് 6-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം, സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തീരയ്ക്ക് സമനാണെന്ന് പറഞ്ഞു. നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ തന്നെ ഈ കടൽ തീര സമാനമായി ഞാനും നിങ്ങളും വല്ലാതെ തിരമാലകൾ പോലെ ആടി ഉലയുന്നില്ലേ? ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇതുവരെ ആടി ഒളിഞ്ഞിട്ടുള്ളത് പറയാൻ പറ്റുമോ? ഈ സന്ദേശം കേൾക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വിശ്വാസത്തിന് ശേഷമായി ഇതുവരെയും എന്റെ ജീവിതത്തിൽ ആടി ഒളിച്ചിട്ടുണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. ആരുമില്ല. ഒരുവൻ മാത്രമേ അങ്ങനെ ലോകത്തിൽ മനുഷ്യനായി വന്നിട്ടുള്ളൂ. അത് നസറേയനായിരിക്കുന്ന യേശുവാണ്. അവനാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. ഞാനും നിങ്ങളും സംശയിക്കുന്നവരാണ്, ആടി ഉലയുന്നവരാണ്. ഇന്ന് പകർച്ചവൻ ദൈവാത്മ പറയുന്നു, വിശ്വാസം എന്ന് പേരുണ്ടെങ്കിൽ, ബിലീവേഴ്സ് എന്ന പേര് നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, ഒരു വിഷയം വരുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ ആടി ഉലഞ്ഞു സംശയിക്കുന്നവരായി തീർന്നു. നടക്കുമോ നടക്കുകയില്ലയോ എന്നൊക്കെ നമ്മള് സംശയിച്ചു പോയിട്ടില്ലേ? കാറ്റടിച്ചലയുന്ന കടൽ തീരയ്ക്ക് സമനായി സംശയമുള്ളവരുടെ കൂട്ടായ്മയാണോ ദൈവസഭ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ അറിയാം, നമ്മുടെ മനസ്സറിയാം. എത്ര പേർക്ക് സമർപ്പിക്കാൻ സാധിക്കും? ഞാൻ ദീർഘിപ്പിക്കത്തില്ല. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ ഞങ്ങളൊക്കെ, അതെ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ പലപ്പോഴും കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരക്ക് സമാനനാണ്. പക്ഷെ എന്നാൽ ദൈവം എന്നെ കൈവിട്ടില്ല. പത്രോസ് അവന്റെ ജീവിതത്തിന്റെ സംശയം അവനിൽ പൊങ്ങിയപ്പോൾ അവൻ ആ തിരക്കകത്ത് മുങ്ങുകയും താഴുകയും ചെയ്തപ്പോൾ പേടിച്ചുപോയി. ദൈവം പറഞ്ഞു, നീ സംശയിക്കാതെ അവിശ്വാസിയാകാതെ വിശ്വാസിയാകാൻ പറഞ്ഞു. സമയം ദൈവാത്മാവ് പറയുക, നിന്നെ മുക്കിക്കളയത്തില്ല, ഞാനും നിങ്ങൾ മുങ്ങിപ്പോകത്തില്ല. കാറ്റും കടലും കോളും ഒക്കെ ഉണ്ട്, വല്ലാത്ത പ്രതിസന്ധി ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പടക് മുങ്ങിപ്പോകും, തീർന്നു പോകുമെന്നുള്ള പ്രതിസന്ധി വരുമ്പോൾ ഉയരത്തിലേക്ക് നോക്കി ഒന്ന് നിലവിളിച്ചാൽ മതി, എന്റെ ദൈവമേ നീ എന്നെ കൈവിടരുതേ എന്ന് കൈ ഉയർത്തി നീ സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട് ഇന്ന് പകൽ സമയം നിന്റെ കരം തൊടുവാൻ യേശുവിന്റെ കരം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ സംശയത്തോടെയുള്ള ജീവിതത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തോടുള്ള ജീവിതത്തിന്റെ മേഖലകളിൽ മേൽ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുന്ന ദിവസമാക്കി മാറ്റുവാൻ സംശയിക്കുന്ന ഹൃദയമുള്ളവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ദൈവം സ്പർശിക്കാൻ പോകുക. നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടത്തില്ല, അതിന്മേൽ പ്രയാസമുണ്ടെന്ന് വിശ്വസിക്കുന്ന കടൽ തിര പോലെ സമാനമായിരിക്കുന്ന വിഷയങ്ങളുമേൽ എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നീ കരമുയർത്തിയാൽ അതിന്മേൽ ദൈവത്തിന്റെ സ്പർശനം അവിടേക്ക് ഇറങ്ങാൻ പോകുക. ദൈവം പത്രോസിന്റെ കൈ പൊങ്ങുന്നതും താഴ്ന്നു ഒക്കെ കണ്ടു. ദൈവം പറഞ്ഞു, അവനെ കരം കൊടുത്ത് വലിച്ചു കയറ്റി പറയിൽ കയറ്റുമായിട്ട് ഇടയാത്തുന്നു. അപ്പോൾ ഇത് ജീവിതത്തിൽ നമുക്കുള്ളതാണ്. ഞാൻ ഒന്നിന്റെ തെളിവുകൾ തരാം. നമ്മളൊക്കെ മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ 100% തികവുള്ളവരായി ഒരേത് പ്രതിസന്ധി വന്നാലും അങ്ങനെ നിൽക്കുവാനൊന്നും നമ്മളെ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ സംശയിക്കുന്നവരായ പലരും ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയുള്ളവരോട് കരുണ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ പ്രാർത്ഥനയിൽ വല്ലാതെ ഭാരപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ഞെരുങ്ങുമ്പോൾ, ഭാരപ്പെടുമ്പോൾ അങ്ങനെയുള്ളവരോട് അവർക്ക് പ്രത്യാശ പകരുവാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞ് അവരെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ദൗത്യമായി ദൈവം തന്നിരിക്കും. ഞാൻ ഭാരപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ എനിക്ക് സഹായമായി നിൽക്കേണ്ടത് ഓരോരുത്തരുമാണ്. അപ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള നിരവധി വിഷയങ്ങൾ നമുക്കറിയാമെങ്കിലും 1-2 സന്ദർഭങ്ങൾ വേഗത്തിൽ വരച്ചു കാണിച്ച് ഞാൻ ഈ സന്ദേശം പര്യവസാനിപ്പിക്കുക. നമുക്കത് വിവരങ്ങപ്പോണ്ടോ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 20-ാമത്തെ വാക്യവും 1-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യവും വായിച്ചിട്ട്
രണ്ട് വ്യക്തി ജീവിതങ്ങളെ, നമുക്കറിയാവുന്ന വ്യക്തികളെ തന്നെ ഒന്നുകൂടി വിശ്വാസത്തിൽ അവരുടെ അസ്ഥിരതയെക്കുറിച്ചും ആടി ഒളിഞ്ഞതിനെക്കുറിച്ചും എന്നാൽ സ്ഥിരപ്പെട്ടതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ഈ സന്ദേശം അവസാനിപ്പിക്കാം. എൻ്റെ 1-20 വാക്യം നമുക്കറിയാം. 1-20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തക്ക സമയത്ത് നിവൃത്തിയാകുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഗബ്രിയേൽ പറഞ്ഞു, ആരോടെ പറഞ്ഞു? സെക്രട്ടറിയോട് പറഞ്ഞു, സെക്രട്ടറി. എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ ഈ ഗബ്രിയേലിനോട് സെക്രട്ടറി ചോദിച്ച അതേ ചോദ്യമേ അടുത്തയാളും ചോദിച്ചുള്ളൂ. പക്ഷേ രണ്ടുപേരും ഒരേ ചോദ്യമാണ് ചോദിച്ചത്. അങ്ങനെയല്ലേ? അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 18 വാക്യത്തിൽ പറയുമ്പോൾ, ഇതാ ഞാൻ എന്തൊന്നിനാൽ അറിയും, ഞാൻ വെറുത്തനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സത്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ അന്നേരം സംശയം തോന്നി. കടൽ തിര പോലെ ആടി ഒലഞ്ഞു. അവൻ വിശ്വസിക്കുന്ന പരമായിട്ട് സംശയിച്ചു. പക്ഷെ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം എന്താ ചെയ്തത്? അബ്രഹാം എന്ത് ചെയ്തു? അതങ്ങ് വിശ്വസിച്ചു. അവൻ കണ്ണെടുത്തങ്ങ് വിശ്വസിച്ചു. പിന്നീട് സംശയം ഉണ്ടായി, പിന്നീട് ചോദിക്കുന്നുണ്ട്, അബ്രഹാം ചോദിക്കുന്നുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞ സന്ദർഭത്തിൽ അത് വിശ്വാസമായി ഏറ്റെടുക്കണം. ഞാൻ പറയുന്നത്, ഈ നമ്മളൊക്കെ ദൈവവചനം ഒരു വചനം കേൾക്കുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ അതിനെ ഉൾക്കൊണ്ടു. പിന്നീട് അബ്രഹാം പിന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ ഒരുപാട് ചോദ്യം. പക്ഷെ ദൈവത്തെ അറിയാം, ഇവന്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രഹമാണ്. ഇത് കിട്ടാതെ വരുമ്പോൾ പതറിച്ചുകൊണ്ട് ചോദിക്കാമെന്നറിയാം. ഒരിക്കലും അബ്രഹാം ദൈവത്തെ വിട്ടുപോകത്തില്ലെന്ന് ദൈവത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നത്. നമ്മളോടും ദൈവം കഴിഞ്ഞ നാളുകളായി തുടർമാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിനറിയാം. താണും വീണും അതേ സംശയിച്ചും വിശ്വസിച്ചും ഒക്കെ നീങ്ങുമ്പോഴും ഈ പടകങ്ങ് കരയ്ക്കെത്താനുള്ളതാണെന്ന് സർവശക്തൻ അറിയാം. അതുകൊണ്ട് പിന്നെയും നമ്മളോട് സംസാരിച്ച് നമ്മളെ ഉറപ്പിക്കുന്നത്. അതല്ലാതെ നമ്മുടെ നന്മ കൊണ്ടൊന്നും അല്ല. ദൈവത്തിനറിയാം അബ്രഹാമിന്റെ ജീവിതം നിഷ്കളങ്കമായി ഇറങ്ങിയതാണെന്ന് അവനറിയാം. അതുകൊണ്ട് ദൈവം അവന്റെ ജീവിതത്തിലെ താഴ്ച വീഴ്ചകളിൽ സംശയങ്ങളിൽ സംശയിച്ചപ്പോഴും വിശ്വസിച്ചപ്പോഴും ഒക്കെ ദൈവത്തിനറിയാം ഈ പടകം എത്തേണ്ടതാ. ഇന്ന് പകൽ സമയം മുക്കിക്കളയാൻ ശ്രമിക്കുന്ന തിരമാലകളെ, പൈശാചിക ശക്തികളെ നിനക്ക് ഞങ്ങളെ മുക്കിക്കളയാൻ കഴിയത്തില്ല. ഞങ്ങളെ നയിക്കുന്നവനറിയാം, ഞങ്ങളുടെ ബലഹീനതകൾ അറിയാം. അവൻ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നവനാ. അതിലാണ് ഞങ്ങളുടെ ബലം, അതിലാണ് ഞങ്ങളുടെ ആശ്രയം. നമ്മുടെ ആശ്രയം അതിലാ. ബലഹീനനായി തീരുമ്പോൾ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിലവിളിക്കണം. വല്ലാതെ ഭാരപ്പെടുമ്പോൾ, വേദനപ്പെടുമ്പോൾ ആരും കാണാതെ മുറിക്കകത്ത് പോയി ദൈവത്തോട് നിലവിളിക്കണം. ദൈവമേ, നീ എന്നോട് കരുണ തോന്നണമേ. ഞാൻ ഇപ്പോൾ അസ്വസ്ഥമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പറയണം. ആരുമില്ലെങ്കിൽ കിടന്ന് ഉരുണ്ടങ്ങ് പ്രാർത്ഥിച്ചോണം. ദൈവം പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാ. സ്തോത്രം. ഉരുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ ശയന പ്രദർശനം ചെയ്യുന്നവരല്ല. നിൽക്കാൻ കഴിയത്തില്ല, ഇരിക്കാൻ കഴിയത്തില്ലെങ്കിൽ, മുട്ടുകുത്താൻ ഭാരമുണ്ടെങ്കിൽ, വല്ലാതെ ഭാരമാണെങ്കിൽ വീണ് കിടന്നോണം, ഉരുണ്ടോണം. ദൈവസന്നിധിയിൽ പറയണം, നീയാണ് എൻ്റെ സർവ്വതും സർവ്വതും സർവ്വതുമെന്ന്. കഥാവ് ഇടപെടും. ഇവിടെ ഈ ഞാൻ അതിന്റെ അടുത്ത ആളെ കുറിച്ചും പറയാം. അതേ കാര്യം തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ 1-ാം അധ്യായത്തില് 34-ാം വാക്യത്തിൽ പറയുമ്പോൾ യേശു ജനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറിയ അതിനെ ചോദിച്ചു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. രണ്ടുപേരും ഒരേ കാര്യമല്ലേ പറഞ്ഞത്? മറിയ അന്നേരം തന്നെ വിശ്വാസം പറഞ്ഞപ്പോൾ തന്നെ ദൂതൻ പറഞ്ഞു, ഞാൻ അങ്ങേറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ല, അവള് സംശയം ചോദിച്ചു. എന്നാൽ ഈ എന്തുകൊണ്ട് സെക്രിയാവിനോട് ദൂതൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ മൗനമാക്കി വിട്ടു? എന്തുകൊണ്ട് മറിയയും സംശയം പറഞ്ഞപ്പോൾ അവളെ മൗനമാക്കിയില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിൾ വായിക്കുമ്പോൾ നമ്മളതിന്റെ മുകളും താഴെയെല്ലാം ശരിക്കും വായിച്ച് അപഗ്രഥിക്കണം, മനസ്സിലാക്കണം.
ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ടാ ഗബ്രിയേല് ഈ പറയുന്ന സെക്രിയാവ് പറഞ്ഞത് അതേ ഉള്ളൂ. സെക്രിയാവ് പറഞ്ഞു ഇത്രയും പ്രായമൊക്കെ ആയി, നാട്ടുനടപ്പില്ലാത്ത കാര്യമാണ്, ഒരിക്കലും പ്രതീക്ഷയില്ല, ഇന്നും പ്രാർത്ഥിച്ചതാണ്. പക്ഷെ അവർ പ്രാർത്ഥനത്തിൽ കാണും, ഒരു പ്രായം കഴിഞ്ഞപ്പോൾ തന്നെ വിട്ടുകളഞ്ഞു. ഇപ്പം പിന്നെ പ്രാർത്ഥിച്ചാൽ പിന്നെ ഈ എന്തൊക്കെയാ ട്രീറ്റ്മെന്റ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഇപ്പം മേളിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെയുള്ള യാതൊരു ടെക്നോളജിയും ഇല്ലാത്ത കാലമാണ്. ഉണ്ടോ? ഇല്ല. ഇന്നത്തെ പോലെ കൃത്യമായിട്ടുള്ള ഗർഭമാർഗങ്ങളൊക്കെ ഇന്ന് അവൈലബിളാണ്. ഞാൻ എൻ്റെ പേരൊക്കെ മറന്നുപോയി. ഇപ്പം IVF അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അതൊന്നുമില്ല, നാട്ടെടുപ്പില്ലാതെ. ഇന്നിപ്പം പ്രാർത്ഥന മുടക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഞാൻ ഇവിടെ നാട്ടു നടപ്പില്ലാത്ത സാധാരണമല്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങള് ഇത്രയും പ്രായമൊക്കെ ആയവരാ, ഞാൻ ഇവിടുത്തനും എൻ്റെ ഭാര്യ വയസ്സ് എന്തോളുമല്ലോ എന്ന് പറഞ്ഞു. അബ്രഹാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം മൗനമായി പോയില്ല. പക്ഷെ എന്നാൽ ഇവിടെ ഈ സെക്രിയാവിനെ മൗനമാക്കാൻ കാരണമായി തീർന്നത് ഇവൻ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയല്ല, ഇവൻ പുരോഹിതനാണ്. ശ്രദ്ധിക്കണം, പുരോഹിതനായിട്ടുള്ളതാണ്. ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേല് മനുഷ്യർക്ക് വേണ്ടി ദൈവസന്നിധി നിൽക്കുന്ന പുരോഹിതനായിരിക്കുന്ന സെക്രിയാവോട് പറഞ്ഞപ്പോൾ അവൻ അത് വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവൻ ഇത്രയും നാളും നിന്നിട്ടും ഇവന് ദൈവത്തുമായിട്ടുള്ള ബന്ധമില്ലല്ലോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ നിൽക്കുന്ന പോലെ തന്നെ ഞാനും നിൽക്കുന്നതാ. നീ ഇവിടെ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നവനാ, നീ പുരോഹിതനാ. നീ രൂപം വീശിയല്ലേ, ഇസ്രായേലിനത്തിന് വേണ്ടിയല്ല രൂപം വീശുന്നത്. ഇതിനു വേണ്ടി വീശുന്നത് നീ ദൈവസന്നിധി ഇടിവ് നിൽക്കുന്നവനാ, നീ ദൈവസന്നിധിയിൽ നീ രൂപം കാട്ടുന്നവനാ, നിന്റെ ദൗത്യമതാ. അതുകൊണ്ട് ഞാനും ദൈവസന്നിധി നിൽക്കുന്നവനാ, ഞാൻ ദൂതനാ. എന്നെ ഇങ്ങോട്ട് അയച്ചത് അവിടുന്ന് അയച്ചു വിട്ടതാ. അതുകൊണ്ട് തക്ക സമയത്ത് നിവൃത്തി വരാനുള്ള ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലെന്ന് ഗബ്രിയേലിന് മനസ്സിലായി. ആ പഴയ നിയമത്തിന്റെ ആചാരം അതെല്ലാം നിൽക്കാൻ പോവുകയാണ്. അതിന് മാറ്റം വരുത്തി പുതിയ നിയമം ദൈവം സ്ഥാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, സെക്രിയാവേ, നീ നടത്തി വന്ന യാഗവും ഈ പറയുന്ന ധൂപം വീശും പ്രാർത്ഥനയും, ധൂപം വീശാൻ പ്രാർത്ഥിക്കുക തുല്യമത, ഇതൊക്കെ ഉണ്ടെങ്കിലും നിനക്കിപ്പോഴും അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഉണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ നിനക്ക് എന്തില്ല, അതിൻ്റെ അകത്ത് നിനക്ക് എക്സ്പീരിയൻസേ ഉള്ളൂ, പ്രാർത്ഥിച്ചുള്ള പരിചയമേ ഉള്ളൂ, നിനക്ക് അനുഭവമില്ല. നീതിമാനാ അല്ലേ? പഴയ നിയമത്തിന്റെ പുരോഹിതന്മാർക്ക് പരിചയമേ ഉണ്ടായിരുന്നുള്ളൂ, അനുഭവമില്ലായിരുന്നു. അപ്പോൾ പരിചയമേ മാത്രമേ ഉള്ളൂ. ധൂപം കാട്ടുക, കൂറിന്റെ ക്രമം അനുസരിച്ച് ചെല്ലുക, യാഗം നടത്തുക, പോരുക, അത് മാത്രമേ ഉള്ളൂ. ദൈവത്തെ ഇറങ്ങുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷേ അനുഭവമില്ല, പരിചയമേയുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. എത്രയോ വർഷങ്ങൾ താൻ ഈ എക്സ്പീരിയൻസ് ചെയ്ത ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാകും സെക്രിയാവ്. പക്ഷേ ദൂതൻ പറഞ്ഞു, നിനക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം ചെവിക്കൊള്ളാൻ നിനക്ക് നിന്റെ മനസ്സിന്റെ വാതിൽ തുറന്നിട്ടില്ലാത്തത് കൊണ്ട്, ഞാൻ ഈ പറഞ്ഞ വചനം നിന്റെ ഹൃദയത്തിലേക്ക് ചെല്ലാത്തത് കൊണ്ട്, സംശയം നിന്നെ ബ്ലോക്ക് ചെയ്തതുകൊണ്ട്, അത് നിന്റെ ഹൃദയത്തിലേക്ക് വചനം വീഴാത്തത് കൊണ്ട്, നിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നീ ദൈവത്തിന് നിൽക്കുന്നവനായതുകൊണ്ട് നീ വിശ്വസിക്കേണ്ടവനായിരുന്നു. അതുകൊണ്ട് നീ ഇനി ഇത് കാണാതെ നീ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് സംഭവിക്കാം. എങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ അത് സംഭവിക്കും വരെ മൗനമായിട്ടിരിക്കുന്നു പറഞ്ഞു. എന്നാൽ മറിയയുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ കന്യകയാണ്. അവൾക്ക് ദൈവസന്നിധിയുമായി അത്ര ബന്ധമില്ല, പരിചയമില്ല. ഞാൻ വിചാരിക്കും ദൈവശബ്ദം ആദ്യം കേൾക്കുകയാണ്, ദൂതന്റെ ശബ്ദം ആദ്യം കേൾക്കുകയാണ്. അവളെ സെക്രിയാവുമായിട്ട് തുല്യം ചെയ്ത് പഠിക്കാൻ കഴിയത്തില്ല. സെക്രിയാവ് ആരാണ്? പുരോഹിതനായി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, നറുക്ക് വീണ് ആ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അവന് പരിചയമേ ഉണ്ടായതിനുള്ള അനുഭവമില്ലാത്തവനായിരുന്നു. തെറ്റല്ല, പഴയ നിയമത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് അതേ സിറ്റുവേഷനിലാണ് മറിയ ആയിരിക്കുന്നെങ്കിലും, ഈ മറിയോട് പറഞ്ഞു കഴിയുമ്പോൾ മറിയ ആദ്യം സംശയം പറയുകയാണ്. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ
ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരത്തി എലിശബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ഈ മച്ചി എന്ന് പറഞ്ഞു വന്നിരുന്ന എലിസബേത്ത് മക്കളില്ല. തലമുറ എല്ലാവരും ചോദിക്കും, മക്കളായിട്ടില്ലേ? ഇല്ല. അപ്പൊ എല്ലാവരും പറയും മച്ചിയ. അങ്ങനെ വർഷങ്ങളായി കേട്ടുവരുന്ന ഈ എലിസബേത്ത് ഉള്ളത് കേട്ട് നിന്ന് ഒരുപാട് സഹിച്ചിട്ടുള്ളവളാണ്. നിന്ന് മാറ്റുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. അവര് വാസ്തവത്തിൽ ഈ ദൈവനാമത്തിന് വേണ്ടി നിന്നവരാ. ഇങ്ങനെ നിന്ന് സഹിക്കുന്നതിനെ കുറിച്ച് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിന്ന് സഹിക്കുന്നതിനെ കുറിച്ച് 15-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, നിന്നെ നിന്ദിക്കുന്നോട് നിന്ന എന്റെ മേൽ വീണെന്ന. എന്നാൽ 69-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, വേദോസം വായിച്ചു കഴിഞ്ഞാൽ വാക്യങ്ങൾ എടുത്തെഴുതിയപ്പോൾ എല്ലാം അതുപോലെ എടുത്തെഴുതിയിട്ടില്ല. എടുത്തെഴുതാൻ്റെ കാരണമുണ്ട്. വേണ്ടിയതേ എടുത്തെഴുതിയിട്ടുള്ളൂ, വേണ്ടാത്തത് അവിടെ വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് 69-ാം സങ്കീർത്തനം എടുത്തെഴുതിയതാണ് ഈ റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 69-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നോട് നിന്ന എന്റെ മേൽ വീണുവെന്നാണ്. ഈ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നോട് നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു. പക്ഷേ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു എന്നുള്ളത് പുതിയ നിയമത്തിൽ എടുത്തില്ല. കാരണം അങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ചാൽ ഇത് പൊരുത്തപ്പെടത്തില്ല. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്ന് പറഞ്ഞ ഭാഗം ദാവീദ് പറഞ്ഞപ്പോൾ അത് മുഖാന്തരമായിട്ടുള്ള നിന്നെയാണ് വീണെന്ന് പറഞ്ഞപ്പോൾ പുതിയ നിയമം എഴുതിയപ്പോൾ പറഞ്ഞു, നിന്നെ നിന്ദിക്കുന്നു നിന്ന എന്റെ മേൽ വീണു. ആദ്യം ആലയത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ആലയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അത് ഇവിടെ ഉള്ളതല്ല. യെരൂശലേം ദേവാലയം അത് യഹൂദനെ സംബന്ധിച്ച് ഭൗമിക ദേവാലയം, അതുകൊണ്ടാണ് അത് എഴുതാതിരുന്നത്. അപ്പൊ വേദോസ്തവത്തിന്റെ എടുത്തെഴുത്ത് മനസ്സിലായല്ലോ, വചനങ്ങൾ എടുത്തെഴുതുന്നതിന്റെ വ്യത്യസ്തത മനസ്സിലായല്ലോ, എന്തുകൊണ്ട് അത് മുഴുവൻ എഴുതിയില്ല. ഇങ്ങനെ പഴയ നിയമത്തിൽ ഓരോ പ്രവചനം എഴുതുമ്പോൾ അതുപോലെ എഴുതിയിട്ടില്ല. ഒരു വചനം പോലും നീക്കുമെന്ന് നിവർത്തി എന്ന അതിന്റെ അർത്ഥമല്ല. നിവൃത്തിയായെങ്കിൽ അതിന്റെ ആവശ്യമില്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടില്ലെന്ന് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകം അത് നിലത്തെ ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത് വെള്ളി പോലെയാന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ 60-ാം സങ്കീർത്തനം നിന്റെ ആലയത്തേക്ക് നിന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിന്നെ നിന്ദിക്കുന്നവർ നിന്ന എന്റെ മേൽ വീണു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ നിന്നയുണ്ടാകും. നിന്നെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെന്നറിയാമോ? നിന്നെന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് അർത്ഥം ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയും. ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അപമാനിക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക എന്നൊക്കെ എൻ്റെ അർത്ഥം. മനസ്സിലായോ? നമ്മള് നിന്നെന്ന് പറയുമ്പോൾ എന്താണെന്ന് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാകത്തില്ല. നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുക, ഇൻസൾട്ട് ചെയ്യുക, അല്ലേ? നമ്മളെ നിന്ദിച്ച് നമ്മളെ മറ്റാരെങ്കിലും നമ്മളെ അധിക്ഷേപിച്ചാൽ, ആക്ഷേപിച്ചാൽ, നമ്മളെ അപമാനിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ കാണത്തില്ലേ? മറ്റുള്ളവർ നമ്മളെ അപമാനിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപമാനം വരുമ്പോൾ, നമ്മളെ അപമാനിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? വലിയ ഒരു കാളലുണ്ടാകും, കത്തിക്കാളലുണ്ടാകും. അതിനാണ് നിന്ന എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അപമാനിക്കപ്പെടും, അധിക്ഷേപിക്കപ്പെടും. അതിനെയാണ് നിന്ന എന്ന് പറയുന്നത്. മിസ്രയീമിലെ ധനത്തേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് മോശയുടെ കാരണം അത് മിസ്രയീമിൽ ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നീ ആക്ഷേപിക്കപ്പെടും, അത് അപമാനിക്കപ്പെടും. മോശ എവിടെയെല്ലാം അപമാനിക്കപ്പെട്ടെന്നറിയാമോ? അവൻ കൊട്ടാരം വിട്ട് ഇറങ്ങിയതിനു ശേഷമായി സ്വന്തം സഹോദരനിടയിൽ അവൻ അപമാനിക്കപ്പെട്ടു. അവന്റെ ഭാര്യയായിരിക്കുന്ന കൂശ് സ്ത്രീ നിമിത്തം, സിപ്പോറ നിമിത്തം അവന്റെ ജ്യേഷ്ഠനും പെങ്ങളും അവനെതിരെ ശബ്ദമുയർത്തി അവനെ അപമാനിച്ചു. അല്ലേ? നമുക്ക് സംഖ്യാപുസ്തകം വായിക്കാൻ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം കേട്ടിറങ്ങിയ മോശ നിന്ദിക്കപ്പെട്ടു. പരിഹസിച്ച് ദൈവം പറഞ്ഞു, നിന്നെ നിന്ദിക്കപ്പെടും. അതാ പറഞ്ഞു, എന്നെ നിന്ദിക്കുന്നവൻ നിന്നതിനാൽ തീരും, എന്നെ മാനിക്കുന്നവൻ മാനിക്കപ്പെടും. എന്ന പകൽ സമയം ദൈവമക്കളെ നിന്ദിച്ചാൽ നിന്ദിക്കപ്പെടും. ദൈവമക്കളെ നീ മാനിച്ചാൽ നീ ആദരിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും. പറഞ്ഞ അതാണ് കഥ പറഞ്ഞത്. നിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്നെ നിന്ദിക്കുന്നത് എന്റെ മേൽ
വീണെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ബഹുമാനിക്കുന്നവരുടെ മേൽ ദൈവം അവരെ ബഹുമാനിക്കും. ദൈവമക്കളെ, സുവിശേഷ നിമിത്തം ഇറങ്ങി തിരിച്ചവരെ ദൈവം ബഹുമാനിക്കും, ദൈവം അവരെ ആദരിക്കും. ദൈവം അവരെ ആദരിക്കുകയും ദൈവം അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ ദൈവത്തെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആർക്കും നേരിട്ടും നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തെ നിന്ദിക്കുന്നത് സുവിശേഷത്തിന് വക്താക്കളെ, വിശ്വാസത്തിൽ വരുന്നവരെ നിന്ദിക്കും. പക്ഷേ ആ അത് മുഴുവനും ദൈവത്തിന് നിന്ദിക്കുകയാണ്. അതാണ് നമ്മളെ നിന്ദിക്കുന്നത്. നിന്ദിച്ചോട്ടെ, പരിഹസിച്ചോട്ടെ. നിന്ന് സഹിച്ചതായിരുന്നു ഈ എലിസബത്ത് എന്തിനാ നിന്ന് സഹിച്ചത്? നേരത്തെ മകനുണ്ടാകാമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ സമയമുണ്ട്. തക്ക സമയത്ത് വേണം യോഹന്നാൻ ജനിക്കേണ്ടത്. യേശുക്രിസ്തുവിന് മുമ്പായി അവൻ 6 മാസത്തെ വ്യത്യാസമായി അത്യുന്നത പ്രവാചകൻ ജനിക്കണമെന്ന് സ്വർഗത്തിന്റെ സമയമായിരുന്നു. സ്ത്രീയുടെ സന്തതിയായ വാക്തസന്തതിയായ ക്രിസ്തു ജനിക്കണമെങ്കിൽ യോഹന്നാൻ ഉദരത്തിൽ അവനെ ഗർഭധാരണം ചെയ്തതിനു ശേഷമായി 6 മാസം കഴിയുമ്പോഴേ ഈ പറയുന്ന അവന്റെ യേശു ക്രിസ്തു ജനിക്കാനുള്ളത്. തക്ക സമയത്താണ് സ്ത്രീയുടെ സന്തതിയായിട്ട് യേശു ജനിച്ചത്. തക്ക സമയത്താണ്. അങ്ങനെയല്ല, സ്ത്രീയുടെ സന്തതിയായ തക്ക സമയത്ത്. സമയം വരെ ദൈവം ഇവരെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു, സെക്രിയാവിനെയും ഈ എലിസബത്തിനെയും. പക്ഷെ മറ്റുള്ളവർ വിചാരിച്ചു ഇവര് പുരോഹിതന്മാരൊക്കെയാ, ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെയാ, പക്ഷേ ഒരു പ്രയോജനമില്ല. പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്, നീതിമാനൊക്കെയാ, പക്ഷേ ഒരു തലമുറയെ കാണാനുള്ള ഭാഗ്യമൊന്നും ഇല്ലല്ലോ, കൊച്ചുമക്കളെ ഒന്നും കാണാൻ ഭാഗ്യം ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ പലരും പറയും, നിന്ദിക്കും. പക്ഷേ നീ പേടിക്കണ്ട, തക്ക സമയം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്തിനാ സക്രിയാവിന് മകനെ കൊടുക്കാതിരുന്നതിന്റെ കാരണം എന്താ? ദൈവത്തിന്റെ സമയമായില്ല. അതോടെ പറഞ്ഞ തക്ക സമയത്ത് നിവൃത്തിയാകുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കാകിയാൽ, അതുകൊണ്ട് പറഞ്ഞ ദൈവത്തിന്റെ സമയമായി. സക്രിയാവേ, നിന്നെ മാറ്റി നിർത്തിയതിനു വേണ്ടിയാ. നിന്റെ തലമുറയ്ക്ക് നിനക്ക് തരാതിരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിന്നിൽ നിന്ന് അത്യുന്നതന്റെ പ്രവാചകൻ ജനിക്കേണ്ടതാ. അതിന്റെ സമയത്തെ അവൻ ജനിക്കുകയുള്ളൂ. അവൻ ജനിക്കുന്നതിനെ കുറിച്ചാണ് നിന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞപ്പോൾ അവനത് മനസ്സിലാക്കാൻ സാധിക്കാതെ അതുകൊണ്ടാണ് മൗനമായി തീർന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവന് സക്രിയാവും അതുപോലെ തന്നെ എലിസബത്ത് നിന്ദിക്കപ്പെട്ടിട്ടില്ലേ? പലരും ഒരുപക്ഷെ നേരിൽ പറഞ്ഞു കാണത്തില്ല, പലരും അടക്കം പറഞ്ഞു കാണും. വലിയ പുരോഹിതനാ, വലിയ നിരക്കൊക്കെ വീണയാളാ, വലിയ ശുശ്രൂഷ ചെയ്യുന്നയാളാ, പക്ഷേ തലമുറയില്ല. അത് അടക്കം പറഞ്ഞ് പറയും, അനുഭവം കൊണ്ട്, അനുഭവദോഷാന്ന് പറയും. പക്ഷെ ദൈവം പറഞ്ഞ അനുഭവദോഷം കൊണ്ടല്ല, അവർ നീതിവാന്മാരാ. അവർക്ക് തലമുറയെ കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് ദൈവത്തിന്റെ പ്ലാനാ. അല്ലാതെ സാധാരണ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടാകുന്ന പോലെ ഒരു കുഞ്ഞുണ്ടാകാനല്ല സക്രിയാവിനെ ദൈവം കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ദൈവം അത് മറച്ചു വെച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാതിരുന്നതിന്റെ അർത്ഥം. ഇവിടെ ഒരുപാട് കിട്ടുന്നത് അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ നിന്ന ദൈവം നീക്കി. ഇവിടെ പറഞ്ഞ 24 വാക്യം പറയുക, ആ നാളിൽ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. അപ്പൊ ഇവള് ആദ്യം നിന്ന മുഴുവനിതായിരുന്നു, പിന്നെ ഒളിച്ചു പാർക്കാൻ കാണുന്നറിയാവോ? ദൈവം ചെയ്താൽ കുഴപ്പമാ. ഇവര് പ്രായമുള്ളവളായി എലിസബത്ത് ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഇറങ്ങി തന്നാൽ അതിന് പിന്നെ നിന്ദിക്കും. മനസ്സിലായോ? കരിപിടി കിട്ടിയോ? 5 മാസം ഒളിച്ചു പാർത്ത്. അതുകൊണ്ടാണ് ഇതുവരെയും തലമുറയില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിന്നയാണ്. ഏതായാലും നിന്നയാ. ഗർഭിണിയായി കഴിഞ്ഞപ്പോഴത്തേനാണ്ട് വയസ്സിനും വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിന്ദിക്കും. ആ നിന്നയുടെ വരുമ്പോൾ അതുകൊണ്ടാണ് 5 മാസം ഒളിച്ചു പാർത്തത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിന്റെ കടാക്ഷിച്ച നാളെന്ന് പറഞ്ഞ് അവള് പറഞ്ഞു, ഈ നിന്നയൊക്കെ എനിക്ക് നീക്കിയെന്ന് എനിക്കറിയാം, ദൈവനോട് കടാക്ഷിച്ച നാളില്ല. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നവരല്ല സമൂഹം. മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. ദൈവജനമേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കെല്ലാം പുറകിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അത് സമൂഹത്തിന് അറിയത്തില്ല, മറ്റുള്ളവർക്ക് അറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽ സമയം നമുക്ക് പറയണം, എൻ്റെ കർത്താവിനറിയാം, എൻ്റെ നിന്ന് നീക്കുന്ന നാളിൽ ദൈവം കടാക്ഷിക്കും. അതെ, ദൈവത്തെ നിന്ദിക്കുന്നവിടെ നിന്ന് നമ്മുടെ മേൽ വീണു. അപ്പോൾ ആ 10 പ്രവാചകൻ ജനിക്കാൻ വേണ്ടി സമയം ദൈവം കുറിച്ചു വെച്ചിരുന്നു.
അത് ഇന്ന കുടുംബത്തിൽ ജനിക്കണമെന്നും സക്രിയാവിന് എലിസബത്തിനുണ്ടാകണമെന്നും അവർക്കത് അറിയത്തില്ലായിരുന്നു. എന്നാൽ ആ അത്രയും ദിവസം നിന്ന് സഹിച്ച് ദൈവം സമയത്ത് മാറ്റി കടാക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയായി കഴിഞ്ഞ ഉടനെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് പിന്നെ ഒരു നിന്നയാക്കി മാറ്റും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അതിനെ അടക്കി വെച്ചു, 5 മാസം ഒളിച്ചു പാർത്തു. എന്നാൽ മറിയയുടെ ജീവിതത്തിൽ മറിയാണ് അവളെ ആദ്യമായി തേടിച്ചെല്ലുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിയോട് പറഞ്ഞു, ഇങ്ങനെ ഒളിച്ചു പാർക്കുന്ന ഒരുവളുണ്ട്, അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അവിടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അപ്പം അവിടേക്ക് ചെല്ലുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അവിടെ ചെന്നു. അപ്പൊ അവിടെ എന്നിട്ട് പറയും ഇത് 6-ാം മാസമാണ് എന്ന് പറഞ്ഞ് ആ സമയവും വെളിപ്പെടുത്തുവാൻ ഇടയായിരുന്നു. ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ വീട്ടിൽ ഒരു അനുഭവം ഉണ്ടായത് ഈ എലിസബത്ത് അറിയാം. ഭർത്താവ് മിണ്ടാതെ മൗനമായിട്ടിരിക്കുക. പണ്ട് ഒരുപാട് പ്രാർത്ഥിച്ച മനുഷ്യനാ, ഒരുപാട് ഇടിവിൽ നിന്ന മനുഷ്യനാ. പക്ഷെ ഇപ്പോൾ മൗനമായിട്ടിരിക്കുക. സന്തോഷമുണ്ടാകേണ്ടതാ. എന്താ പറഞ്ഞത്? ദൈവം ഹെബ്രിയിൽ വന്ന് പറഞ്ഞതെന്താ? അവനോട് പറഞ്ഞതെന്താ? അതിന്റെ 14-ാം വാക്യം വായിച്ചാൽ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവർ ജനനത്തിൽ പലരും സന്തോഷിക്കുമെന്ന് പറയുന്നു. അവർ ജനനത്തിൽ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. പക്ഷെ സന്തോഷവും ഉല്ലാസവും ഉണ്ടായോ? ഇല്ല. മൗനമായിട്ടിരിക്കുക. സന്തോഷവും ഉല്ലാസവും ഉണ്ടായിട്ടില്ല. വചനത്തിന്റെ അകത്ത് നിവർത്തിയിരിക്കാതെ പോകത്തില്ല. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാകും. ഞാൻ തെളിവ് തരാം. 1-ാം അധ്യായം അതിന്റെ ആ അധ്യായത്തിൽ തന്നെ ഉണ്ട്. 1-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവന്റെ വീട് എബ്രിയേൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വീടായി മാറി. എന്റെ 58-ാമത്തെ വാക്യം, കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. എന്റെ വീട്ടിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കും. എല്ലാവരും കൂടി വന്ന് സന്തോഷം, അവനെ പരിച്ഛേദന ദിവസം കഴിക്കേണ്ട ദിവസം വന്നപ്പോൾ എല്ലാവരും, അതുപോലെ നിന്ദിച്ച അയൽക്കാരും ചാർച്ചക്കാരും എല്ലാവരും കൂടി വന്നു. എന്ന പകൽ സമയം ചില വീടുകളിൽ നല്ല കൂടിയൊരു വരാൻ പോകുക. ചാർച്ചക്കാരും അയൽക്കാരും കൂടി വരാൻ പോകുക. നിന്ദിക്കപ്പെട്ടവർക്ക് ദൈവം ആദരിക്കാൻ പോകുന്ന ചില കൂടിയൊരുകളെ ദൈവാത്മാവ് വരത്താൻ പോകുക. മൗനമായി പോയ ചിലതിനെ ദൈവാത്മാവ് തുറക്കാൻ പോകുക. ദൈവം പറഞ്ഞു, ഞാൻ വന്ന് സംസാരിച്ചത് നിന്റെ വീട് മൂകമായി പോകാനല്ല, നിന്റെ വീട് സന്തോഷമില്ലാതെ പോകാനല്ല. എന്റെ പകർച്ചത്തെ ദൂതേറ്റെടുക്കാൻ കഴിയുന്നതേ എന്നോട് സംസാരിക്കുന്നത് മൗനമായി പോകാനല്ല, മൗനതയിൽ പോകാനല്ല. മരിച്ചവരും മൗനത്തിലിരിക്കുന്ന ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നിന്റെ വീട് ആരാധന വീടാക്കാൻ ദൈവം ആഗ്രഹിക്കുക. അത് സന്തോഷത്തിന് വീടാക്കാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവം പറഞ്ഞിരിക്കുന്ന സന്തോഷം ഉല്ലാസം നിന്റെ ഭവനത്തിൽ ഉണ്ടാകാൻ പോകുക. അതിന്റെ സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ അതുവരെയും സെക്രിയാവിന്റെ കെട്ടഴിഞ്ഞില്ല. പക്ഷേ ഈ പറയുന്ന ഇത് മൗനമായിരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എലിസബത്ത് മറിയോട് പറയുന്ന ഇപ്രകാരം. അതിന്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 42-ാമത്തെ വാക്യം, നീ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടത്, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്കുണ്ടായി. കർത്താവ്, അതിന്റെ 45-ാം വാക്യം, കർത്താവ് തന്നോട് അരുളിച്ചെയ്തൊരു നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഉണ്ടോ? അപ്പം ഭാഗ്യവനല്ലാത്ത ഒരാൾ അവിടെ ഉണ്ടെന്ന്. ആരാ? സെക്രിയാവ്. തക്ക സമയത്ത് അരുളിച്ച് നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കാത്തവൻ മൗനമായിട്ടിരിക്കുമ്പോൾ അതിനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങ് വലിയ പരിചയമൊന്നുമില്ലെങ്കിലും, എന്നാൽ ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിവർത്തിക്കട്ടെന്ന് അങ്ങ് സമർപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് അത് നിവർത്തീകരിക്കപ്പെടാൻ വേണ്ടി സമർപ്പിച്ചപ്പോൾ എലിസബത്തിന് മനസ്സിലായി 2 പേരവിടെ വിറ്റ് വന്നിരിക്കുക. 3 കാര്യങ്ങൾ അവിടെ ഉള്ളത്. നമുക്കവിടെ 4 പേരെ കാണാൻ സാധിക്കും. ആരൊക്കെയാണെന്നറിയാമോ? 1, മൗനമായിട്ടിരിക്കുന്ന സക്രിയ. 2, ഗർഭിണിയായിരിക്കുന്ന എലിസബത്ത്, അവളുടെ ഉള്ളിൽ അത്യുന്നതന്റെ പ്രവാചകനുണ്ട്. 3, കന്യകയായിരിക്കുന്ന മറിയയും അവളുടെ ഉദരത്തിലുള്ള യേശു കർത്താവെന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ. ഈ 4 പേരുടെ സമ്മേളന സ്ഥലമായിരുന്നു സെക്രിയാവിന്റെ വീട്. അന്നത്തെ ആ വീട്. അവിടെ ആരാധനയുടെ ശബ്ദമുയരാൻ ഇടയായിരുന്നു.
മൗനമായിരുന്ന വീട് അത് മറിയയുടെ സാന്നിധ്യം കൊണ്ടല്ല, നസ്രയന്റെ സാന്നിധ്യം കൊണ്ട് ആ വീട് വലിയ അനുഗ്രഹത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ആരാധനയ്ക്ക് സമയമായി. പക്ഷേ എബ്രിയേൽ ദൂതൻ പറഞ്ഞതുകൊണ്ട് നീ പറയുന്ന സെക്രിയാവിന് ഉള്ളിൽ ഭയങ്കര ആഗ്രഹം കൊണ്ട് സംസാരിക്കണമെന്ന്, പക്ഷേ നാവും വായും തുറന്നില്ല. ദൂതൻ പറഞ്ഞു, അത് വെളിപ്പെടുന്നവരെ, കാണുന്നവരെ, അത് സംഭവിക്കുന്നവരെ, നീ അത് പേരിടുന്നവരെ, സംഭവിക്കുന്നവരെ നീ എന്തിന് സംശയിച്ചുവോ? യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ മകനെ കുറിച്ചുള്ള പേര് വരെ പറഞ്ഞു കൊടുത്തപ്പോൾ അതിടുന്നവരെ അവന് സംസാരിക്കാൻ കഴിയാതെ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ അവിടെ ആത്മനിറവിൽ ആരാധിക്കുകയാണ്. ഇന്ന് പകൽ സമയം പ്രിയപ്പെട്ടവരെ, എലിസബത്തിന് മനസ്സിലായി ഈ മൗനമായി ആകാതെ യേശുവിനെ വഹിക്കുന്ന, യേശുവിനെ ഗർഭം ധരിച്ച ഈ മറിയ അവൾ ഊമയായിത്തീരാതെ, എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാതെ നാവും വായും അടഞ്ഞവളായിട്ടല്ല യേശുവിനെ ധരിച്ചവൾ വന്നത്. കാരണം അവൻ വാ തുറക്കുന്നവനാ, അവരങ്ങളെ തുറക്കുന്നവനാ, ഹൃദയങ്ങളെ തുറക്കുന്നവനാ അവളുടെ ഉദരത്തിലുള്ളത്. അതുകൊണ്ട് അവൾ മൗനമായി പോയില്ല, അവളുടെ അതരം അടഞ്ഞു പോയില്ല. എന്നാൽ സെക്കരിയാവിന്റെ അതരവും നാവും അടഞ്ഞിരിക്കുകയാണ് ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടെ അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ വിശ്വസിൽ ഭാഗ്യതയെന്ന് അപ്പോൾ മറിയ പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ ഇവർ രണ്ടുപേരും സന്തോഷിക്കുക. ആദ്യം യേശുവിന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ മറിയയുടെ സാന്നിധ്യം കൊണ്ടല്ല എലിസബേത്തിന്റെ ഉദരത്തിലുള്ള പിള്ള തുള്ളാൻ കാരണമായിത്തീർന്നത് പരിശുദ്ധാത്മാവിനാൽ തന്നെ ഗർഭപാത്രത്തിൽ നിറയപ്പെടുമെന്നുള്ള പ്രവചനം നിവർത്തിയിരിക്കപ്പെടണമെങ്കിൽ ഈ യേശു അവിടെ ചെല്ലണമായിരുന്നു. നമുക്കറിയാമല്ലോ, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞില്ലേ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീനാലും സ്നാനം കഴിപ്പിക്കുന്നു പറഞ്ഞവൻ. അത് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവന്റെ സാന്നിധ്യം അവിടെ എത്തിയപ്പോഴാണ് ഈ ഉദരത്തിലുണ്ടായിരുന്ന പിള്ള ആനന്ദം കൊണ്ട് തുള്ളുവാനിടയാത്തീർന്നത്. നിന്റെ മറിയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ്, എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി എന്നിട്ട് പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് പറയാൻ കാരണം പറഞ്ഞു, കർത്താവ് നിന്നോട് അള്ളി ചെയ്തതിന് നിവൃത്തിയാകുമുണ്ടാകുമെന്ന് വിശ്വസിച്ചുള്ള ഭാഗ്യവതി എന്ന് പറഞ്ഞു. ഇതാണ് എന്റെ സന്ദർഭത. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മകമപ്പെടുത്തെന്ന് പറഞ്ഞിട്ട് മറിയ സംസാരിച്ചു. രണ്ട് സാക്ഷികളായി, അനുഭവങ്ങളായി എലിസബത്തിന്റെ അടുക്കൽ നിൽക്കുകയാണ്. ഒന്ന് മൗനമായിട്ടിരിക്കുന്ന സെക്രിയാവ്, വായും നാവും തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മറിയ. രണ്ടുപേരും രണ്ട് കാര്യങ്ങളെ വെളിപ്പെടുത്തുക. ഒന്ന് സെക്രിയാവിന്റെ തലമുറയിലൂടെ ജനിക്കുന്ന അവസാന പ്രവാചകനായിരിക്കുന്ന ആ യോഹന്നാൻ സ്നാപകൻ മുഖാന്തരമായി പഴയ നിയമത്തിന്റെ പ്രവാചക ശുശ്രൂഷകൾ തീരുകയാണ്. അതുവരെയും ഉണ്ടായിരുന്ന ശുശ്രൂഷകളെല്ലാം അത് പഴയ നിയമത്തിന്റെ എല്ലാം നേരിലായിരുന്നത് പൊരുളായിത്തീരാൻ വേണ്ടി യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ജനിക്കുന്നു എന്നുള്ളതോട് കൂടിയാണ് അവൻ മൗനമായി തീരുമ്പോൾ പുതിയ നിയമത്തിന്റെ ആരാധനയുള്ള ബന്ധത്തിൽ മറിയ അവിടെ കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നത്. ഇപ്പൊ രണ്ടുപേരും നമുക്കിവിടെ ഒരു ഭവനത്തെ തന്നെ ഒരു സാക്ഷ്യമായിട്ട് കാണുക. എന്നാൽ ഇവര് സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് വന്നല്ലോ. അവൻ എങ്ങനെയാണ് പിന്നെ സന്തോഷിക്കുന്നത്? ഇവന്റെ പേര് ഇടേണ്ട സമയം വന്നപ്പോൾ നിന്ദിച്ചവർ അവരെല്ലാം ഒരുമിച്ച് കൂടി പൈതലിനെ പരിചരിക്കുവാൻ വന്നു. അവന്റെ പേർ പോലെ അവന് സെക്രിയാവെന്ന പേർ വിളിപ്പാൻ ഭാവിച്ചു. പക്ഷേ അത് അങ്ങനെ വേണ്ട എന്നുള്ളത് അവന്റെ അമ്മയോ പറഞ്ഞു. അങ്ങനെ പറ്റത്തില്ല, പാരമ്പര്യം പറ്റത്തില്ല. എല്ലാ പാരമ്പര്യങ്ങളും മാറ്റാൻ പോകിയ കർത്താവിൽ വന്നാൽ പാരമ്പര്യമൊക്കെ മാറും. പേര് മാറ്റേണ്ടത് പേര് മാറ്റും. ദൈവം സമയത്ത് പേര് മാറ്റും. ആ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് സെക്രിയാവെന്ന പേര് ഇനിയും ഇടേണ്ട. പൗരോഹിത്യം നിൽക്കാൻ പോകിയ സെക്രിയാവിന്റെ മകനായിരിക്കുന്ന യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ദൈവത്തിന് ശബ്ദമാകാനുള്ളവനാ. അതുകൊണ്ട് പറഞ്ഞു, അവന് സെക്രിയാവെന്നൊരു പുരോഹിതനായിട്ടുള്ള പേരല്ല ഇടേണ്ടത്, അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് അവളോട് നേരത്തെ ഈ പറയുന്ന സെക്രിയാവ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എഴുതി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ഇരിക്കാൻ കാരണം എല്ലാ കാര്യങ്ങളും അന്ന് പറയാൻ പറ്റാത്തത് എഴുതി കാണിച്ചിട്ടുണ്ട്. അവൻ എഴുത്തുപലക ഉണ്ടായിരുന്നു വീട്ടില്, എഴുത്തുപലക കൊണ്ടുവരാൻ പറഞ്ഞു അല്ലേ. അപ്പൊ ഇവര് തമ്മിൽ സംസാരിച്ചു എഴുത്തുപലകയിലായിരുന്നു.
അപ്പനോട് വാങ്ങി കഴിച്ചപ്പോ അവന്റെ എഴുത്തുപലക ചോദിച്ചു. അപ്പൊ ഈ എഴുത്തുപലക അവിടെ ഉണ്ട്, അത് പരിചയമാണ്, ഇന്നുമുതൽ തുടങ്ങി, ഇതിനു മുമ്പ് വേണ്ടായിരുന്നു. ഇതുപോലും സംസാരിച്ചവരെയും അതിന് മുമ്പ് വരെയും അങ്ങനെ എഴുത്തുപലക വേണ്ടായിരുന്നു. പക്ഷേ സെക്രട്ടറി എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ പറയണമെങ്കിൽ എഴുത്തുപലകയിൽ എഴുതി കാണിക്കും. അതാണ് എലിസബത്ത് എഴുതി കാണിച്ച് ഇന്നപോലെയൊക്കെ ഞാൻ അവിടെ ഈ പോയ പോലെയല്ല തിരിച്ച് ഈ പുരോഹിതനായിരിക്കും സെക്രട്ടറി മടങ്ങി വന്നത്. മിണ്ടാൻ പറ്റത്തില്ല, മുഴുവൻ എഴുതി കാണിക്കാൻ തുടങ്ങി. അന്ന് അവിടെ സംഭവിച്ചെല്ലാം എഴുതി കാണിച്ചു. ഇത് മുഴുവൻ വായിച്ച് പരിചയമുണ്ടായിരുന്നു, നല്ല അനുഭവമുള്ളവളായിരുന്നു എലിസബത്ത്. നമ്മളത് വായിച്ചപ്പോൾ ഒന്നും അത്രയും ചിന്തിച്ച് കാണത്തില്ലല്ലേ. എന്തുകൊണ്ടാണ് എഴുത്തുപലകൾ ഉണ്ടായിരുന്നു അറിയാമോ? പോയ പോലല്ല ഈ സെക്രട്ടറി മടങ്ങി വന്നത്, മിണ്ടാൻ കഴിയാത്തവനായിട്ട്. അങ്ങോട്ട് പോയപ്പോ നന്നായി പ്രാർത്ഥിച്ച് സ്തോത്രമൊക്കെ ചെയ്ത് പുരോഹിതനായിട്ട് പോയതാ. പക്ഷേ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ മിണ്ടാൻ കഴിയാത്തവനായിട്ടാ വന്നത്. എന്തു പറ്റി എന്ന് എലിസബത്ത് ചോദിച്ചപ്പോൾ മിണ്ടാൻ കഴിയത്തില്ല. പക്ഷേ പറഞ്ഞു, എഴുത്തുപലക തരാൻ പറഞ്ഞു, എഴുതി കാണിച്ചു. ഗബ്രിയേൽ വന്ന് സംസാരിച്ചു, ഞാൻ വിശ്വസിച്ചില്ല. അതുകൊണ്ട് പറഞ്ഞു, ഇത് കാണുന്നവരെ നീ മൗനമായിട്ടിരിക്കുമെന്ന് നിന്നോട് പറഞ്ഞു. നീ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അവന് മകൻ ജനിക്കുമെന്നും ആ മകന്റെ പേര് യോഹന്നാൻ എന്ന പേരുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യങ്ങള് എഴുതി കാണിച്ചു കൊടുത്തു. ആർക്ക് എഴുതി കാണിച്ചു കൊടുത്തു? എലിസബത്തിനോട് കാണിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് അവന്റെ പേര് യോഹന്നാൻ എന്ന്. അങ്ങനെയാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി സെക്രട്ടറിയോട് ചോദിക്കാൻ പറ്റും. സെക്രട്ടറി പറഞ്ഞു, എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല, എഴുത്തുപലക കൊണ്ട് ഞാൻ എങ്ങനെയാ സംസാരിച്ചുകൊണ്ട് എഴുതി കാണിച്ചു യോഹന്നാനെന്ന്. അവൻ എഴുതി. എഴുതിയപ്പോൾ തന്നെ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്ന് അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകൽ സമയം ചിലരുടെ വായും നാവും തുറക്കാൻ പോകുകയാ. അത് അവിശ്വാസം, സംശയം മുഖാന്തരമായി. നമുക്ക് അവിശ്വാസമല്ല, നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും ചില സംശയങ്ങൾ, അത് സെക്രിയാവിനെ പോലുള്ള സംശയങ്ങൾ ഉള്ളത് കൊണ്ട് പലതിനും നിനക്ക് സംസാരിക്കാൻ കഴിയാതെ വണ്ണം, സ്തുതിക്കാൻ കഴിയാതെ വണ്ണം മൗനമായിരിക്കുന്ന അനുഭവത്തെ ഈ 4-ാം മാസത്തിന്റെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം മാറ്റാൻ പോകുക. ദൈവം പറഞ്ഞിരിക്കുന്ന നന്മകൾ കണ്ടുകൊണ്ട് വായും നാവും തുറന്ന് ദൈവത്തെ ആരാധിക്കുമെന്നുള്ള ദൂത് ഇന്ന് ഉപവാസ പ്രാർത്ഥന ഞാൻ കൈമാറുക. സമയം ഒരുപാട് മുമ്പോട്ട് പോയല്ലോ. അത് എല്ലാ കടങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവൻ എഴുതി കാണിച്ചു, അത് സംഭവിക്കുമെന്നുള്ളത്. അവൻ എഴുതിയപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടൻ തന്നെ അവന്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അവനും ആത്മനിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ 5-ാം മാസത്തിന്റെ നമ്മുടെ കോൺഫറൻസിന് മുമ്പായി വായും നാവും തുറക്കപ്പെട്ടവരായി, സംശയം നീങ്ങപ്പെട്ടവരായി, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് താമസമെങ്കിൽ കാണാമെന്നുള്ള നൂലറിയിച്ചുകൊണ്ട് വായും നാവും തുറക്കുന്ന സെക്രിയാവിനെ പോലെ സന്തോഷമുള്ള അതരങ്ങളോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ജനത്തെ ദൈവം തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്തായിരുന്നു സെക്രിയാവിന്റെ അവസ്ഥ? എന്തായിരുന്നു എലിസബത്തിന്റെ അവസ്ഥ? നിന്നെല്ലാം മാറി. നിന്റെ വീട്ടിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എല്ലാവരും അല്പസമയം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നിരാശ തളം കെട്ടി നിൽക്കുന്ന വീടാണ്, ഭവനമാണ്, അന്തരീക്ഷമാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും പല വീടുകളെ ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്. അവിടെ എല്ലാം പാട്ടും ആരാധനയും ഒക്കെ ഉണ്ടെങ്കിലും സംശയത്തിന്റെ കരിനിഴലുകൾ അവിടെ കിടപ്പുണ്ട്. എന്നാൽ ദൈവാത്മാവെന്ന് പകൽ സേവനം എടുത്തു മാറ്റി വായും നാവും തുറന്ന് അത് എല്ലാവരും ഒന്നിച്ച് മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളായി നിന്റെ വീട്ടിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകുക തന്നെ ചെയ്യും. 2026 അത് നമ്മുടെ ഭവനത്തിലായി തീരട്ടെ. അത് ദിവസങ്ങളിൽ അതിന്റെ കൂട്ടായ്മയായി തീരുവാൻ വേണ്ടി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും പറഞ്ഞാൽ എന്റെ വീട്ടിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവാത്മാവ് സന്തോഷ ഉല്ലാസം നൽകാൻ പോകുന്ന ദൂതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നും നിരാശയാണോ, എന്നും വേദനയാണോ, എന്നും ഭാരമാണോ, എന്നും തലമുറയോർത്ത് വിഷമിക്കുകയാണോ, ഭാരപ്പെടുകയാണോ, നവകർസ്യം ദൈവാത്മാവിൽ പറഞ്ഞാട്ടെ. ദൈവം നമുക്ക് വേണ്ടി സന്തോഷവും ഉല്ലാസവും നമുക്ക് നൽകാൻ പോകുക. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് വിഷയങ്ങളാണോ നീ മൗനമായിട്ടിരിക്കുന്നത്, സംശയിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വിഷയങ്ങളെ നോക്കി പറയണം, പേരെടുത്ത് ഇന്ന് വിളിച്ചു പറയണം. അതെന്റെ ദൈവം എനിക്ക് വേണ്ടി നിവർത്തിക്കാൻ പോകുക. ദൈവം തക്ക സമയത്ത് ദൈവം അരുളി ചെയ്തത് നിവർത്തിക്കാൻ പോകുക. അതുകൊണ്ട്
ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുന്നു. ഇവരുടെ നിന്ന് സഹിച്ചതാ, നീ വെറുതെ ഭാരപ്പെട്ടതാ, ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമായി തീർന്നത് ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയത് കൊണ്ടാണ്. നിന്നെ നിന്ദിക്കുന്നവർ നിന്ന എന്റെ മേൽ വീണു എന്ന് പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇറങ്ങി തിരിച്ച ജീവിതമേ, നമ്മളെ നിന്ദിക്കുന്ന നിന്നയുടെ മധ്യത്തിൽ ദൈവം നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷത്തിന് ഉല്ലാസത്തിന് ഭവനങ്ങളാക്കി മാറ്റുവാൻ പോകുന്നു. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് പകൽ സമയം നാവും വായും തുറന്ന് സെക്രിയാവും ദൈവത്തെ ആരാധിച്ചതുപോലെ അവിടെ മറിയ, അതുപോലെ തന്നെ എലിസബത്ത്, അതുപോലെ സെക്രിയാവ് എല്ലാവരുടെയും വായും നാവും തുറന്ന് വലിയൊരു സന്തോഷത്തിന്റെ ഭവനമായി മാറിയതുപോലെ എല്ലാവരും വായും നാവും തുറക്കപ്പെട്ട് സംശയങ്ങൾ മാറി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രതിഫലം കാണുന്ന അനുഗ്രഹിക്കപ്പെടുന്ന ദിവസങ്ങളായി മാറുവാൻ കർത്താവിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന സന്ദേശം കൈമാറിക്കൊണ്ട് ദൂതന് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.